ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, തന്നെ വളയിട്ടിട്ട് ചിരിക്കും. ശരിയാവില്ല. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞ പോലെ ഞങ്ങള് വീട്ടിലെത്തി. ഇന്നലെ രാത്രി ഇവിടെ വന്ന് വീട്ടിൽ കയറി. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്റെ പ്രസവ ശുശ്രൂഷ എന്താന്ന് വെച്ചിട്ടുണ്ട്, രാവിലെ എണീക്കും. രാവിലെ ഒരു 7 മണിക്ക് എണീച്ചതെന്ന് എനിക്ക് കാപ്പിയും ടോസ്റ്റും ഉണ്ടാക്കി തന്നു. നമ്മുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ലഘുവായിട്ട് കഴിക്കാൻ പറ്റുന്ന ബ്രെഡ് ടോസ്റ്റ്, ബ്രെഡിന്റെ മേലെ ബട്ടർ തേച്ചിട്ട് അത് കഴിക്കും. അതും കാപ്പിയും കഴിച്ച് പിന്നെ എനിക്കിച്ച ജീരകവെള്ളം ഉണ്ടാക്കി തന്നു. വയറ്റില് ഗ്യാസ് ഒക്കെ ഉള്ളത് കാരണം അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാന്ന് ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ ജീരകവെള്ളം കുടിച്ചു ഞാന്. എന്താ വെച്ചാ കുഞ്ഞിനെ കാണാൻ കേട്ടാ. ഹെലസുമാമന്റെ കയ്യിൽ എന്തെല്ലൊക്കെ ഉണ്ടല്ലോ. മാനസ്ട്രി പോവാ, ഇനി മുന്നിൽ എടുത്തോ, മുള്ളി കൊടുത്തോ. ആണോ ഓടിക്കോ. മിഡ് വൈഫ് ആണിത്. കുഞ്ഞേവിന്റെ വെയിറ്റ് ഒക്കെ നോക്കാൻ വന്നാണ്. Are you happy to dress her again and then I can have a little look in the red book? Is that okay? Sure. Thank you. അപ്പൊ അങ്ങനെ മിഡ് വൈഫ് ഇപ്പൊ വന്നിട്ട് പോയി. മിഡ് വൈഫ് വന്ന് കുഞ്ഞിന്റെ വെയിറ്റ് നോക്കി, അതുപോലെ തന്നെ കുഞ്ഞിനെ കുറച്ച് ചെക്കിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. എന്നെ നോക്കിക്കൊണ്ടിരുന്ന മിഡ് വൈഫ് ആണ്. ഇപ്പൊ കണ്ടു തന്നു പറഞ്ഞില്ലായിരുന്നോ, അതാട്ടോ. അപ്പൊ ആ മിഡ് വൈഫ് ആണ് ഭയങ്കര എന്താ പറയാ, മാലാഖയെ പോലെ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന് എന്റെ മാലാഖ കുട്ടീനെ എടുത്ത് കാണാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെയും അപ്പൊ കുഞ്ഞിപ്പൊ കരച്ചിലായിരുന്നു. കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് സെറ്റിൽ ആയിട്ടുള്ളൂ. അത് നല്ല ഓർക്കാണല്ലോ. ഇപ്പൊ കയ്യും കളിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി അപ്പൊ പ്രസവ ശുശ്രൂഷയാണ് ഇനി. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നത് മുട്ടച്ചോറാട്ടോ. നമ്മുടെ നാട്ടില് എന്താ പ്രസവ ശുശ്രൂഷ പോലെ അല്ല ഇവിടെ. എന്റെ പ്രത്യേക പ്രസവ ശുശ്രൂഷ കേട്ടോ. അതെ, പ്രത്യേക തരം പ്രസവ ശുശ്രൂഷ. അതെ, ഞാൻ മാത്രമല്ലേ പ്രസവ ശുശ്രൂഷിക്കാൻ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പോലെയൊക്കെ വെച്ചിട്ട് നമ്മള് അത്യാവശ്യം ശുശ്രൂഷകളൊക്കെ ചെയ്യും. എന്നെ പോലെ പാവാണ് കേട്ടോ, പാവായിട്ട്. ഹലോ, ഞാനെന്താ എന്നെ പോലെ മാത്രം അല്ലേലും ഞാനിത് പണ്ടേ കേട്ടിട്ടുണ്ട്. നല്ലതൊക്കെ ചെയ്യുമ്പോ അപ്പന്മാരുടെ, അല്ലാണ്ട് കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോ അമ്മേന്റെ. പിന്നെ എന്താളാ ഇച്ച കുഞ്ഞുവേവിന്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് ഫോട്ടോ എടുക്കൂട്ടോ. എന്നിട്ട് സൂം ചെയ്ത് നോക്കുവോ. ഞാൻ നോക്കുമ്പോ എന്തൊക്കെയാ എന്നെ പോലെയുള്ള എന്തൊക്കെയാ എന്നിട്ട് പറയാ. എന്നിട്ട് വീട്ടിൽ വിളിച്ചിട്ട് കൂട്ടപ്പിരിക്കവാ തോന്നുന്നു. എന്താ അല്ലേ, ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ആയിരുന്നു, ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമുള്ള മൊമെന്റ്സ് ആട്ടോ ലൈഫിലെ. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ രാത്രി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കിടക്കുന്നത്. അപ്പൊ ഇത്ര ദിവസമായിട്ട് അല്ല കുഞ്ഞു ബേബി കുഞ്ഞിന്റെ കൂടെ ഞങ്ങൾ 3 കൂടെ ഒന്നിച്ച് കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത്രയും ദിവസം ഞാൻ തന്നെയാണ് നൈറ്റ് എന്തൊക്കെയാ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നത്. ഇച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇന്നലെ രാത്രിയാണെങ്കിൽ കുഞ്ഞു ബേബി ആദ്യം അപ്പിട്ടിട്ട് കരഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇച്ചിരി കണ്ണൊക്കെ തുറന്ന് വേഗം എന്നെ വിളിക്കുക പോലും ചെയ്യാണ്ട് ഞാൻ നോക്കുമ്പോൾ പാമ്പറൊക്കെ എടുത്ത് ചൂടുകളൊക്കെ എടുത്ത് വന്ന് എല്ലാം സെറ്റാക്കി കുഞ്ഞിനെ ഒന്ന് ആദ്യം കാം ചെയ്ത് എല്ലാം ചേഞ്ച് ചെയ്ത് ഇതൊക്കെ കിടത്തിയിട്ടോ. പാവം, എനിക്ക് സങ്കടമായി. എനിക്ക് പക്ഷെ വേദന ആകുമ്പോൾ ഞാൻ എണീച്ചില്ല. അപ്പം എന്നോട് ഞാൻ കണ്ണുറങ്ങപ്പോഴത്തേക്ക് ഇച്ച എല്ലാം ചെയ്ത് ഇങ്ങനെ കിടന്നോട്ടോ ഇതെല്ലാരും ചെയ്യേണ്ട കാര്യ. ഇതിപ്പോ ഞാൻ മാത്രം ചെയ്യുന്നതല്ല, എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്. എല്ലാരും ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യുന്നില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണിത്. നമ്മുടെ സ്വന്തം കുഞ്ഞല്ലേ. അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇച്ചേനെ ഉറക്കത്തുനിന്ന് വെട്ടിയിട്ട് പോത്തിന് പോലെ കിടന്നുറങ്ങുന്നതാണ്. അത്ഭുതമായിപ്പോയി. അതൊക്കെ മാറുന്നേ. വലിയ കാര്യങ്ങളൊക്കെ മാറ്റം സംഭവിക്കാൻ ചെറിയ നിമിഷം മതി. ഇതുപോലെ ഒരു 10 മാസം. ഒട്ടും പ്രതീക്ഷിച്ചില്ലേ, ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. എനിക്ക് എവിടുന്ന് കാട്ടിലും കൂടുതൽ കിട്ടുന്ന കെയർ നിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നോണ്ടായിരിക്കും ദൈവം എന്നോട് ഇവിടെ തന്നെ നിർത്തിയത്. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മമ്മീൻ്റെയും പപ്പേൻ്റെ ഒക്കെ കൂടെ ജീവിക്കുക, എല്ലാവരും സന്തോഷമായിട്ട് ആ തിണ്ണയിലെ കാറ്റൊക്കെ കൊണ്ടങ്ങ് ഇരിക്കുക, കാപ്പി കുടിക്കുക. അമ്മയും അപ്പയും കുഞ്ഞച്ചിയൊക്കെ
ലൂഡു ഒക്കെ എൻ്റെ കുഞ്ഞച്ചൊക്കെ അവർ ഭയങ്കര കാണാണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര സങ്കടമൊക്കെയാണ് കേട്ടോ. ഇപ്പൊ കുഞ്ഞുണ്ടായിട്ട് തന്നെയാണെങ്കിൽ അവന്റെ വളർച്ചയൊന്നും അറിയാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. ഇപ്പൊ കുഞ്ഞുണ്ടായിട്ട് തന്നെയാണെങ്കിൽ കുഞ്ഞിനെ കാണാൻ അവർക്ക് പറ്റാത്തതിന്റെ ഭയങ്കര സങ്കടങ്ങളുണ്ട്. പക്ഷെ എല്ലാം ശരിയാകും, എല്ലാവരും ശുഭാപ്തി വിശ്വാസമാണല്ലോ. ഇന്ന് കുഞ്ഞു ബേബിനെ നോക്കാൻ വേണ്ടിട്ട് മിഡ് വൈഫ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ പിടിച്ചോന്ന് പറയും. സംഭവം മൊത്തം എക്സൈറ്റ്മെന്റിലാണുള്ളത്. ഇപ്പോഴും ഒരു തരിപ്പ് മാറിയിട്ടില്ല എന്ന് പറയില്ലേ, ആർക്കാണെന്ന് എനിക്ക് ഡോക്ടർ എനിക്കാണോ കുത്തിയെന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവർ ഞങ്ങൾക്ക് പെയിൻ റിലീഫിനുള്ള പാരസെറ്റമോള്, അതുപോലെ തന്നെ ഇബുപ്രൂഫൻ, അങ്ങനെ 2-3 ടാബ്ലറ്റ്സും പിന്നെന്താ പിന്നെ ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ 10 ദിവസം ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. അതായത് സി സെക്ഷൻ കഴിഞ്ഞാൽ ഈ ലങ്സിനും അതുപോലെ കാലിനും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ബ്ലഡ് ക്ലോട്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഞാനാണ്. ഒറ്റ കുത്ത് ഒറ്റ ഞെക്ക്. 10 ദിവസമുള്ള 10ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ എറിഞ്ഞു പൊളിക്കും. കറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ അപ്പുറം കിടക്കുന്ന ബെഡിലെ കൊച്ചൊക്കെ കരയുമ്പോഴും കണ്ണു പറഞ്ഞ് ഇങ്ങനെ നോക്കും, എന്താ പേടിച്ചായിട്ട് മിണ്ടാതെ കിടക്കും. അതേപോലെ നമ്മളിങ്ങനെ മൂളിക്കൊണ്ട് ഞെങ്ങി ഞെരങ്ങി ഇങ്ങനെ നിൽക്കൂലേ, അപ്പൊ വെച്ച് പെട്ടെന്ന് വാതിലൊക്കെ വലിച്ചടക്കുന്ന അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഒച്ച വെക്കുമ്പോ പേടിയാ. പിന്നെ തന്നെ വളയിട്ടിട്ട് ചിരിക്കും. എന്താ എല്ലാരും വിടുന്നല്ലേ? വിടില്ല, ശരിയാവില്ല. കൊച്ചു ഞെട്ടും. ഇപ്പത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്മാൻ പറ്റില്ല, ചമയ്ക്കാൻ പറ്റില്ല, ഏക്കുകളെടുക്കാൻ പറ്റില്ല, മനസ്സമാധാനമായിട്ടൊരു വളി പോലും വിടാൻ പറ്റില്ല. അതാണ് ഇപ്പത്തെ അവസ്ഥ. കൊച്ചു കരയും, കൊച്ചു ചിരിക്കുമ്പോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ പൊന്മണി. പൊന്മണി.